നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അപ്പച്ചി ഒന്ന് നിർത്ത്. എനിക്കിത് കേൾക്കുമ്പോഴുണ്ടല്ലോ ദേഷ്യന്റെ പെരുവിരലിന്ന് ശിരസിലോട്ട് അരിച്ചു കയറുക. അയാളും അയാളുടെ പെങ്ങളും കൂടി എന്നോട് കാണിച്ച കൊടിയ ചതിയാ അത്. എന്റെ കുഞ്ഞിനെ അനിയത്തിയും ചേട്ടനും കൂടി ചേർന്ന് എനിക്കില്ലാതാക്കി. എന്റെ കുഞ്ഞിനെ എവിടെയോ ഒളിപ്പിച്ചു വെച്ചിട്ട് അവളുടെ കുഞ്ഞിനെ ഞാൻ വളർത്തേണ്ട ഗതികേടുണ്ടാക്കി. ഇനി ഞാൻ അയാളോട് ക്ഷമിക്കണമെങ്കിൽ അയാൾ എല്ലാത്തിനും എന്നോട് മാപ്പ് പറയണം. ഇല്ലെങ്കിൽ എന്റെ കുഞ്ഞിന് എന്ത് സംഭവിച്ചു എന്ന് അയാള് പറയുന്ന കാരണം എനിക്ക് ബോധ്യപ്പെടണം. അല്ലാതെ അയാളും ഞാനും തമ്മിൽ ഒരു തരത്തിലും ഒത്തുതീർപ്പില്ല. അതുവരേക്കും അയാളും ഞാനും തമ്മിൽ ശത്രുത തന്നെയായിരിക്കും. അത് വേണം ദുർഗേ, നീ പറഞ്ഞത് തന്നെയാ ശരി. അവൻ മാപ്പ് പറയട്ടെ. കുഞ്ഞിനെന്ത് സംഭവിച്ചു എന്ന് അവൻ നിന്നോട് വ്യക്തമാക്കട്ടെ. അതിനുശേഷം തീരുമാനിച്ചാൽ മതി അവൻ നിന്റെ ജീവിതത്തിൽ വേണോ വേണ്ടയോ എന്ന്. പിന്നൊരു കാര്യം ഞാൻ പറയാം. ഇവനെ പോലുള്ളവന്മാരെ ജീവിതത്തിലെടുത്ത് വയ്ക്കാതിരിക്കുന്നതാണ് ഒരു തരത്തില് നല്ലത്. ഒന്നും രണ്ടും അല്ല, പലവട്ടം നിന്നെ ചതിച്ചവനാണവൻ. അതുകൊണ്ട് തന്നെ അവൻ ഇനിയും നിന്നെ ചതിക്കാൻ സാധ്യതയുണ്ട്. ഇതേ നീയൊന്ന് മനസ്സിൽ കുറിച്ച് വച്ചോ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതെ, ആലോചിച്ചിരിക്കാതെ കഴിക്കേ. പ്രസാദിന്റെ കാര്യത്തിൽ എന്ത് വേണമെന്ന് നമുക്ക് വഴിയെ ആലോചിക്കാം. നീ കഴിക്ക്. നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് ഇറങ്ങാം. പോവാം. അല്ല, അവര് താഴെയില്ലേ? അവര് വെട്ടിച്ച് എങ്ങനെ പുറത്തേക്ക് രക്ഷപ്പെടും? അവര് രണ്ടുപേരും കൂടി അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുക. ലോകത്തുള്ള മുഴുവൻ പേരെയും കുറ്റവും പറഞ്ഞ് അത്താഴം അവസാനിക്കുമ്പോഴേക്കും നേരം കുറെ പിടിക്കും. ആ തക്കത്തിന് നമുക്ക് പുറത്തിറങ്ങാം. വാ, ഇറങ്ങ. അവരുടെ മുമ്പിൽ ചെന്ന് പെടുവോ? ഇല്ലെന്നേ, നീ വേഗം വാ. ദൈവമേ, ആദ്യ കൂടെ ഉണ്ടല്ലോ. അവൻ കണ്ട ആപത്താ. ഞാനും നീ തമ്മിലുള്ള ബന്ധം പറഞ്ഞ് അവനെന്നെ ചോദ്യം ചെയ്തതാ. ആരുമില്ലാത്ത സമയം നോക്കി ഞാൻ നിന്നെ വിളിച്ച് വീട്ടിൽ കയറ്റി അവൻ തെറ്റിദ്ധരിക്കും. പിന്നെ ഈ ജീവിതകാലം മുഴുവൻ അവൻ എന്റെ ശത്രുവായിരിക്കും. പിന്നെ എന്ത് ചെയ്യും? നീ ഞാൻ പറയുന്നത് കേക്ക്. നമുക്ക് തിരിച്ച് റൂമിൽ പോവാം. പ്രസാദ്, എനിക്ക് പോകണം. നീ ഞാൻ പറയുന്നത് കേക്ക്. ഇത് കഷ്ടകാലം പിടിച്ച സമയത്താണ് ദൈവമേ
ഇങ്ങോട്ട് കയറി വരാൻ തോന്നിയത്? എന്തൊരു ശിക്ഷയത്! ഈ നാശം പിടിച്ച വീട്ടിൽ എപ്പോഴാന്ന് പുറത്തേക്ക് രക്ഷപ്പെടുക? ഈശ്വര, എന്താ? അമ്മേ, ഒരു പ്രത്യേക അവസ്ഥയിലാണ് പ്രിയാമ്മ. അതാ ഞങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. ആ വീട്ടിൽ നിൽക്കുമ്പോൾ പ്രിയമ്മയ്ക്ക് അച്ഛൻ്റെ ഓർമ്മയാ. ആ വീട്ടിലെവിടെയും അമ്മ കാണുന്നത് അച്ഛനെയാ. ഒരുതരം അബ്നോർമൽ അവസ്ഥ. അച്ഛൻ മരിച്ചുപോയെന്ന് അമ്മയുടെ മനസ്സ് അംഗീകരിക്കുന്നില്ല. നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? കാര്യം പറയൂ. പ്രിയമ്മ ഒന്ന് നോർമലാവുന്നവരെ പ്രിയമ്മയെ ഈ വീട്ടിൽ താമസിപ്പിക്കണം. ആ വീട്ടിൽ നിന്നും എത്രയും പെട്ടെന്ന് മാറ്റണമെന്ന് ഡോക്ടർ പറഞ്ഞു. അതാ ഞങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ഇതെന്ത് ചോദ്യമാണ് നിങ്ങൾ ചോദിക്കുന്നത്? പ്രിയ ഇവിടെ താമസിപ്പിക്കുന്നതിന് പ്രത്യേകിച്ച് എൻ്റെ പെർമിഷൻ വേണോ? ഇത് പ്രിയയുടെയും കൂടി വീടല്ലേ? ഇവൾക്കും കൂടി അധികാരമില്ലേ ഇവിടെ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.